ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ രാവിലത്തെ കുറച്ച് തിരക്ക് പിടിച്ച ജോലികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കൊച്ചിനെ സ്കൂളിൽ വിടണം, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ കൊച്ചിൻ്റെ ബുക്ക് ടൈം ടേബിൾ നോക്കി ബുക്കൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ അവൾ തന്നെ എടുത്ത് വെക്കും, പക്ഷേ എന്നാലും ഞാൻ എടുത്ത് വെച്ചില്ല എനിക്കൊരു സമാധാനക്കേടുണ്ട്. കാരണം ചിലപ്പോൾ ബോക്സിലൊന്നും പെൻസിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം തലേ ദിവസം വന്നിട്ട് കളറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ എടുത്ത് വെക്കും. ടിഫിൻ പാത്രവും ഇപ്പോൾ ഇവിടുത്തെ വെള്ളം കുപ്പിയൊക്കെ ഒന്ന് കഴുകി വെക്കണം കേട്ടോ. ചോറ്റും പാത്രമൊക്കെ നമ്മൾ ഇന്നലെ തന്നെ കഴുകി വെച്ചായിരുന്നു. പിന്നെ രാവിലെ എണീക്കുമ്പോഴാണ് പിന്നെ ഈ ഉണങ്ങിയതൊക്കെയല്ലേ കൊണ്ടുപോകണം. അപ്പോൾ പിന്നെ അധികം മെഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പാത്രത്തിൽ. അപ്പോൾ അതൊന്ന് വേഗം കഴുകി എടുക്കട്ടോ രാവിലെ. പിന്നെ അത് കഴിഞ്ഞ് അവളെ കുളിപ്പിച്ച് ഞാൻ ഒരുക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും ഞാൻ സ്വന്തമായിട്ട് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാ ദിവസവും അവളങ്ങനെ തന്നെ ഒരുങ്ങൂല, അവൾക്കൊരു മൂഡ് വന്നം അപ്പോൾ മാത്രം അവൾ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ ഒരുക്കി പിന്നെ അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ലഞ്ച് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ലഞ്ചിന് ചോറും ഉണക്ക കൊഴുവയായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ പരിപ്പ് കറിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപ്പ് കറി ആൾക്ക് ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് പരിപ്പ് കറിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും അവൾ രാവിലെ ഉണ്ടാക്കിയ പലഹാരമാണ് എല്ലാ ദിവസവും കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ചോറും കൊഴുവയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞോളൂ. നമ്മൾ ഇന്നിപ്പോൾ ഇതാണ് ഇപ്പോൾ റെഡിയാക്കിയേക്കണത് കേട്ടോ. പിന്നെ കറിപ്പാത്രത്തിലാണ് നമ്മൾ പരിപ്പറിയൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വൈകിട്ട് വന്നപ്പോഴേക്കും ഈ പരിപ്പ് കറി എല്ലാം അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ. ആ കൊഴുവ വറുത്തതും എല്ലാം കൂടി ഇട്ട് കുഴച്ചിട്ട് മിക്സാക്കി അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ആൾക്കിത് ഇഷ്ടമേ അല്ല. പിന്നെ ഒരു തോന്നലിൽ പറയും എനിക്ക് ചോറ് വേണമെന്ന്, അങ്ങനെ കൊണ്ടുപോകണമെന്ന് മാത്രമാണ് കേട്ടോ. പിന്നെ വെള്ളവും ടിഫിനൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് പുള്ളി എല്ലാത്തിലും ഇടപെടുന്നുണ്ട് കേട്ടോ. മേക്കപ്പിലായാലും ഫുഡ് എടുത്ത് വെക്കണേലായാലും പിന്നെ എല്ലാത്തിലും ഇടപെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലഞ്ചൊക്കെ കെട്ടി വയ്ക്കുമ്പോഴത്തേക്ക് അവിടെ അടുത്ത് വന്ന് ഇപ്പുണ്ട് കേട്ടോ. പിന്നെ അടുത്ത് വന്നിരുന്നിട്ട് എന്താണ്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ ലഞ്ചൊക്കെ എടുത്ത് ലഞ്ച് ബാഗിലേക്ക് വെക്കുകയാണ്. പിന്നെ നമ്മൾ ചൂടുവെള്ളം രാവിലെ തിളപ്പിച്ചിട്ട് വെള്ളത്തിൻ്റെ ചൂട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെള്ളം ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആറ് വന്നപ്പോഴത്തേക്ക് നമ്മളത് കുപ്പിയിലേക്ക് പകർത്തി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇന്നിപ്പോൾ ഡാൻസൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുപ്പി നിറച്ച് തന്നെ വെള്ളം വയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇത്രയും വയ്ക്കാറില്ല, കാരണം തുറക്കുമ്പോഴൊക്കെ പോയാലാന്ന് ഓർത്തിട്ട്. ഇപ്പോൾ എന്തായാലും ഡാൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് ദാഹിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ബോട്ടിൽ നിറച്ചും തന്നെ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അടുത്ത് നമുക്ക് ടിഫിൻ എടുക്കുകയാണ്. ഇന്നിപ്പോൾ അതിനിടെ ചോദിക്കുകയാണ് ഇന്ന് എന്ത് വേണം ടിഫിന്. എല്ലാ ദിവസവും ഇങ്ങനെ ചോദിച്ചിട്ട് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു എനിക്കിന്ന് ചോക്കോസ് മതിയെന്ന് പറഞ്ഞിട്ടാ. ഞാൻ ചോക്കോസൊന്നും അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. കാരണം ചോക്കോസ് നമ്മളെപ്പോഴും പാലിലൊക്കെ ഇട്ടാണ് കഴിക്കണത്. അപ്പോൾ ചോക്കോസ് അങ്ങനെ ടിഫിനായിട്ടൊന്നും ഞാൻ കൊടുക്കാറൊന്നുമില്ല. പിന്നെ ഫ്രണ്ട്സൊക്കെ അത് കൊണ്ടുവരുന്നെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇന്നൊന്ന് കൊടുക്കാമെന്ന് ഓർത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞോണം എനിക്ക് രാവിലെ എണീറ്റിട്ട് തണുപ്പിൻ്റെയൊക്കെയാണെന്നറിയില്ല മൂക്കിങ്ങനെ ഒരു ചെറുതായിട്ടൊരു മൂക്കടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് മൂക്കുമിട്ട് പിടിക്കണം കേട്ടോ. പിന്നെ ഞാൻ ചോക്കോസൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ കുറച്ചധികം വെച്ചിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടമാണ് ഇത് വെറുതെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ കുറച്ചധികം വെച്ചു. എന്നാലും എനിക്കൊരു തൃപ്തിയല്ല, കാരണം എനിക്ക് ഇഷ്ടമില്ല ഇങ്ങനെ ചോക്കോസൊക്കെ കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഒരു ഇത്തിരി മിക്സറും കൂടി ഇട്ടേന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ആ കോല് പോലെ എടുക്കണ സാധനമൊക്കെ ഇഷ്ടം, കപ്പലണ്ടി കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അവൾ പറഞ്ഞു വെച്ചോ ഞാൻ ഫ്രണ്ട്സിന് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് ചോക്കോസും മിക്സറായിരുന്നു ഇന്ന് അവളുടെ ടിഫിൻ ബോക്സിൽ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പം ഞാൻ തന്നെയുണ്ട് എല്ലാ ദിവസവും കൊണ്ടുപോയാക്കണത്. ഞാൻ വണ്ടിക്ക് കൊണ്ടുപോയാക്കും, തിരിച്ച് കൊണ്ടുവരികയും ചെയ്യും കേട്ടോ. അപ്പം ഇനി അടുത്ത പ്രാവശ്യം മുതലേ ഓട്ടോറിക്ഷയ്ക്ക് വിടാൻ വേണ്ടിയിട്ടിരിക്കണേണ്. കാരണം ഇപ്പം പിന്നെ ആളിത്തിരി വലുതായിട്ടൊക്കെ ഉണ്ടല്ലോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ പറഞ്ഞ ടീച്ചറിൻ്റെ അടുത്തൊക്കെ നമ്മൾ ആക്കിയിട്ട് വരുമ്പോഴൊക്കെ അവൾ കരയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഓട്ടോറിക്ഷയ്ക്ക് വിടാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ആണ് ഞാനിപ്പോൾ ഈ ഒരു വർഷം 2 വർഷമായിട്ട് ഇപ്പോൾ ഞാൻ കൊണ്ടാക്കിക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളതേ സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തിരി നേരത്തെ എത്തിയത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊരു സംഭവം ഉണ്ടായി. സിസ്റ്റർ കണ്ടു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു കൊച്ചിനെ കൈ പിടിച്ചിട്ട് കൊച്ചൊറ്റയ്ക്ക് തന്നെയല്ലേ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് കൊച്ചിനെ കൈ പിടിച്ച് വരാൻ പറഞ്ഞു. സിസ്റ്റർ തമാശക്ക് പോലെ പറഞ്ഞു. അപ്പോൾ തന്നെ ടീച്ചറും വന്നു. പിന്നെ അവർ രണ്ടുപേരും കൂടി കളിയാക്കി പറയില്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ല ടീച്ചർ എനിക്ക് യൂട്യൂബിലുള്ള വീഡിയോ എടുത്താണെന്ന് പറഞ്ഞു.
പിന്നെ ടീച്ചേഴ്സിനോട് യൂട്യൂബിൽ വീഡിയോ ഇടാനാണ് അതിനൊക്കെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഒരു അവളെ സ്കൂളിൽ വിടണ വരെയുള്ളൊരു ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സഹായിക്കണം കേട്ടോ. ഓക്കെ.